വിഴിഞ്ഞത്തെ ടിപ്പർ ലോറിയിൽ നിന്ന് കല്ലുവീണ് വിദ്യാർത്ഥി മരിച്ചതിൽ കലക്ടർ വിളിച്ച സർവകക്ഷി യോഗം തുടരുകയാണ്. മന്ത്രി വി ശിവൻകുട്ടി, DCP, ജനപ്രതിനിധികൾ, വിഴിഞ്ഞം പോർട്ട് അധികൃതർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദാനി പോർട്ടിന്റെ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് കലക്ടർ യോഗം വിളിച്ചത്. സുനിഷ അയലൂർ വിശദാംശങ്ങളുമായി. സുനിഷ, എങ്ങനെയാണ് യോഗം പുരോഗമിക്കുന്നത്? നികേഷ്, ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം പുരോഗമിക്കുകയാണ്. പറഞ്ഞതുപോലെ തന്നെ മന്ത്രി വി ശിവൻകുട്ടി, DCP, ഈ വിസിൽ MD, അദാനി പോർട്ട് അധികൃതർ, മറ്റ് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രധാനമായും ഈ അപകടം നടന്നതിന് പിന്നാലെ തന്നെ നാട്ടുകാരും ഈ ജനപ്രതിനിധികളും ആരോപിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അലക്ഷ്യമായി, അതായത് അമിത വേഗത, അമിത ലോഡ് കയറ്റിയുള്ള ടിപ്പർ ലോറികളുടെ പോക്ക് തന്നെയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായൊരു നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം തന്നെയാണ് പ്രതിഷേധക്കാർ പറയുകയും ചെയ്തത്. അനന്ത് മരിച്ചതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഈ തുറമുഖ കവാടത്തിന് മുന്നിലും തുറമുഖ ഗേറ്റിന് മുന്നിലും അടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ തന്നെ പശ്ചാത്തലത്തിലാണ് കലക്ടർ യോഗം വിളിക്കാനും ചേർന്നത്. അതേസമയം തന്നെ പറയുന്നൊരു കാര്യമാണ്, ഈ പറയുന്നത് പോലെ അമിത വേഗവും അമിത ലോഡ് പോലെ തന്നെയുമാണ് ഈ നേരത്തെ ജില്ലാ ഭരണകൂടവുമായി ഈ അദാനി പോർട്ട് അധികൃതർ ഒരു ധാരണ വെച്ചിരുന്നു. അതായത് ഈ ടിപ്പർ ലോറികൾ, ഈ ലോഡുമായി പോകുന്ന ടിപ്പർ ലോറികൾ ഈ 11 മണി വരെ, 11 മണി സമയം എന്ന് പറയുന്നത് കുട്ടികളടക്കം സ്കൂളിൽ പോകുന്നതടക്കമുള്ള സമയമാണ്. ഈ സമയങ്ങളിലൊന്നും തന്നെ ഈ ലോറികൾ നിരത്തിലേക്ക് ഇറങ്ങില്ല എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പിന്നീട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത്. അതിന് പിന്നാലെയാണ് ഈ അപകടങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഇനി കൃത്യമായൊരു നടപടി ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ നിയമം ലംഘിക്കുകയാണെങ്കിൽ അതിനെതിരെയും ഈ ലോറിക്കെതിരെ നടപടി എടുക്കുന്ന കാര്യത്തിലേക്ക് കൂടി കടക്കണം. പലപ്പോഴും ഈ നിയമങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നത് തന്നെയാണ്. അതിൽ ഇന്ന് ഏതായാലും തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത്. അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിന് വേണ്ടി തന്നെയാണ് ഇന്ന് ഏതായാലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ അനന്തുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നൊരു ആവശ്യം കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടി അനന്തുവിന്റെ വീട് സന്ദർശിച്ചപ്പോഴും പറഞ്ഞിരുന്നത് സർക്കാർ അർഹമായ സഹായം നൽകും, പക്ഷേ അദാനി പോർട്ട് അധികൃതർ നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട് എന്നതായിരുന്നു. ഏതായാലും ആ വിഷയത്തിലടക്കം അദാനി പോർട്ട് അധികൃതരും ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം എങ്ങനെ എന്നതടക്കമുള്ള തീരുമാനം ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഏതായാലും ഈ തീരുമാനത്തോടുകൂടി, ഈ തീരുമാനം ഏതെങ്കിലും തരത്തിൽ അനുകൂലമല്ല എങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നത് തന്നെയാണ് നാട്ടുകാരും വിവിധ രാഷ്ട്രീയ സംഘടനകളും പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിൽ അമിത വേഗത, അമിത ലോഡ് കയറ്റിയുള്ള യാത്ര, ഈ 11 മണി വരെയുള്ള ഈ തിരക്ക് പിടിച്ച സമയങ്ങളിലെ ഈ ലോഡുമായുള്ള ടിപ്പർ ലോറികളുടെ യാത്ര അടക്കമുള്ള വിഷയങ്ങൾ ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് കരുതുന്നത്. ഏതായാലും ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നികേഷ്, സുനിഷ അയലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.